ഇൻഡോ പസഫിക് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ട് ചൈനയും റഷ്യയും തങ്ങളുടെ സൈനിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുകയാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി പസഫിക് സമുദ്രത്തിലെ ജപ്പാന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കുള്ളിൽ ചൈനയും റഷ്യയും ചേർന്ന സംയുക്ത തത്സമയ വെടിയുതിർക്കൽ നാവികസേനാ പരിശീലനം നടത്തിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ വളർന്നു വരുന്ന സൈനിക സഹകരണം വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ നീക്കം. ജപ്പാൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ഒക്കിനോട്ടറി ദ്വീപിന് സമീപമാണ് ചൈനീസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും റഷ്യൻ ഫ്രിഗേറ്റും ഉൾപ്പെടുന്ന സംയുക്ത നാവികപ്പട വൻതോതിലുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിച്ചത്. ജപ്പാൻ സ്വന്തം സാമ്പത്തിക മേഖലയെന്ന് അവകാശപ്പെടുന്ന പ്രദേശത്ത് ഒരു വിദേശ നാവികസേന തത്സമയം വെടിയുതിർക്കൽ പരിശീലനം നടത്തുന്നത് ഇതാദ്യമായാണ് ടോക്കിയോ പരസ്യമായി സ്ഥിരീകരിക്കുന്നത്. ഇത് ഏഷ്യൻ മേഖലയിൽ വലിയ നയതന്ത്ര ചലനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒക്കിനോട്ടോറി ദ്വീപ് തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമുള്ള ഒന്നാണ്. ഫിലിപ്പീൻസ് കടലിനും പസഫിക് സമുദ്രത്തിനുമിടയിലുള്ള ഈ പ്രദേശം നാവിക ഗതാഗതത്തിനും അന്തർവാഹിനികളുടെ സഞ്ചാരത്തിനും അതീവ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് തങ്ങളുടെ ആധിപത്യം നിലനിർത്തേണ്ടത് ജപ്പാന്റെ പ്രതിരോധ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഒക്കിനോട്ടോറി ദ്വീപിന്മേലുള്ള ജപ്പാന്റെ ഈ സൈഡ് അവകാശവാദം ഇപ്പോഴും വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒന്നാണ്. വെറുമൊരു പാറക്കെട്ട് മാത്രമായി ഈ പ്രദേശത്തെ മനുഷ്യവാസത്തിന് അനുയോജ്യമായ ഒരു പൂർണ്ണ ദ്വീപായി കണക്കാക്കാൻ കഴിയില്ലെന്നാണ് ചൈനയും മറ്റയൽ രാജ്യങ്ങളും വാദിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ അനുസരിച്ച് മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാത്ത പാറക്കെട്ടുകൾക്ക് ചുറ്റും പ്രത്യേക സാമ്പത്തിക മേഖല അവകാശപ്പെടാൻ കഴിയില്ലെന്ന തത്വം ഉയർത്തിക്കാട്ടിയാണ് ചൈന ഈ നീക്കത്തെ ന്യായീകരിക്കുന്നത്. ഇൻഡോ പസഫിക് മേഖലയിൽ ബെയ്ജിങ്ങും മോസ്കോയും തങ്ങളുടെ സൈനിക ഏകോപനം ഘട്ടം ഘട്ടമായി വികസിപ്പിക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇത്തരം സംയുക്ത അഭ്യാസങ്ങൾ. അമേരിക്കയും സഖ്യകക്ഷികളും മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈനയും റഷ്യയും തങ്ങളുടെ നാവിക വ്യോമസേനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇത് അമേരിക്ക കേന്ദ്രീകൃതമായ സുരക്ഷാ സഖ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നാവികസേനാ അഭ്യാസങ്ങൾക്ക് പുറമെ അടുത്തിടെ ഇരു രാജ്യങ്ങളും ചേർന്ന് നടത്തിയ സംയുക്ത ബോംബർ പട്രോളിംഗും ആഗോള ശ്രദ്ധ നേടിയിരുന്നു. റഷ്യയുടെയും ചൈനയുടെയും തന്ത്രപ്രധാനമായ ബോംബർ വിമാനങ്ങൾ ഒന്നിച്ചു ചേർന്ന ജപ്പാൻ കടലിനും കിഴക്കൻ ചൈന കടലിനും മുകളിലൂടെ നടത്തിയ നിരീക്ഷണ പറക്കലുകൾ ടോക്കിയോയെയും വാഷിംഗ്ടണിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരുന്നു. വ്യോമ നാവിക മേഖലകളിൽ ഒരേ സമയം കൈകോർക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും ശേഷിയാണ് ഇത് കാണിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ പ്രതിവർഷം നടന്നുവരുന്ന ചൈന റഷ്യ സംയുക്ത നാവിക പരിശീലനങ്ങൾ ഇപ്പോൾ കേവലം പെട്രോളിംഗിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. തത്സമയ വെടിയുതിർക്കൽ, അന്തർവാഹിനി വിരുദ്ധ പോരാട്ടങ്ങൾ, മിസൈൽ പ്രതിരോധ അഭ്യാസങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ഈ അഭ്യാസങ്ങളുടെ വ്യാപ്തിയും സങ്കീർണയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു യഥാർത്ഥ യുദ്ധ സാഹചര്യത്തെ നേരിടാനുള്ള ഇരു രാജ്യങ്ങളുടെയും സജ്ജീകരണമായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ പുതിയ സംഭവ വികാസങ്ങൾ ജപ്പാന്റെ സുരക്ഷാ ആശങ്കകൾ ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം അതിർത്തികൾക്ക് തൊട്ടടുത്ത റഷ്യയും ചൈനയും നടത്തുന്ന ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ ജപ്പാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി ടോക്കിയോ കാണുന്നു. തങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കുള്ളിലെ വിദേശ സൈനിക സാന്നിധ്യത്തെ നിരീക്ഷിക്കാൻ ജപ്പാൻ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ വിമാനങ്ങളും കപ്പലുകളും ഉടനടി വിന്യസിച്ചിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇൻഡോ പസഫിക്കിലെ ഈ ചൈന റഷ്യ കൂട്ടുകെട്ട് വലിയൊരു ഭീഷണിയാണ്. മേഖലയിലെ പ്രധാന സഖ്യകക്ഷിയായ ജപ്പാനെ സംരക്ഷിക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കുണ്ട്. ചൈനയും റഷ്യയും ഒരുമിച്ച് സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നത് ഏഷ്യ പസഫിക് മേഖലയിൽ ശക്തി സന്തുലിതാവസ്ഥ തകരാൻ ഇടയാക്കുമെന്ന് വാഷിംഗ്ടൺ ഭയപ്പെടുന്നു. മേഖലാ സുരക്ഷയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ തായ്വാന്റെ സുരക്ഷയെയും ദോഷകരമായി ബാധിച്ചേക്കാം. പസഫിക്കിൽ ചൈനയ്ക്ക് റഷ്യ നൽകുന്ന ശക്തമായ പിന്തുണ തായ്വാൻ വിഷയത്തിൽ വിദേശ ഇടപെടലുകൾ തടയാൻ ബെയ്ജിങ്ങിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. കൂടാതെ പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഈ കൂട്ടുകെട്ടിന് സാധിക്കും. അന്താരാഷ്ട്ര നിയമങ്ങളുടെ അതിരുകൾ പരിശോധിച്ചുകൊണ്ട് വാഷിംഗ്ടണിനും സഖ്യകക്ഷികൾക്കും കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയാണ് ചൈനയും റഷ്യയും ഈ അഭ്യാസത്തിലൂടെ ലക്ഷ്യമിട്ടത്. ജപ്പാന്റെ അവകാശവാദങ്ങളെ പരസ്യമായി ചോദ്യം ചെയ്യുന്നതിലൂടെ പസഫിക്കിൽ തങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സൈനിക നീക്കം നടത്താൻ സാധിക്കുമെന്ന് ഇരു രാജ്യങ്ങളും തെളിയിക്കുന്നു. റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും ചൈനയ്ക്കെതിരായ സാമ്പത്തിക സാങ്കേതിക നിയന്ത്രണങ്ങളുമാണ് മോസ്കോയെയും ബെയ്ജിങ്ങിനെയും കൂടുതൽ അടുപ്പിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ഇപ്പോൾ വെറുമൊരു നയതന്ത്ര ബന്ധത്തിനപ്പുറം തന്ത്രപ്രധാനമായ സൈനിക കൂട്ടുകെട്ടായി മാറിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ജപ്പാന്റെ സമുദ്ര അതിർത്തികളിൽ അരങ്ങേറിയ ഈ നാവികാഭ്യാസം വരും ദിവസങ്ങളിൽ മേഖലയിൽ പുതിയ ആയുധ മത്സരത്തിന് വഴിവെച്ചേക്കാം. ജപ്പാൻ തങ്ങളുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുന്നതിനും അമേരിക്കയുമായുള്ള സൈനിക സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനും ഇത് കാരണമാകും. ഒക്കിനോട്ടോറി ദ്വീപിന് സമീപം നടന്ന തത്സമയ വെടിയുതിർക്കൽ അഭ്യാസം കേവലം ഒരു സൈനിക പരിശീലനം മാത്രമല്ല,
മറിച്ച് വൻ ശക്തികൾ തമ്മിലുള്ള ശക്തി പ്രകടനത്തിന്റെ പുതിയൊരു അധ്യായമാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ ഉടലെടുത്തിരിക്കുന്ന ഈ പുതിയ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.